ശ്രീ പരമഹംസ യോഗാനന്ദയുടെ ഒരു യോഗിയുടെ ആത്മകഥയിലെ 40-ാമത്തെ അധ്യായം. ഞാൻ ഭാരതത്തിലേക്ക് മടങ്ങുന്നു. ചാരിതാർത്ഥ്യത്തോടെ ഭാരതത്തിൻ്റെ അനുഗ്രഹീതമായ വായു ശ്വസിക്കുകയായിരുന്നു ഞാൻ. ഞങ്ങളുടെ കപ്പൽ രജപുത്താന വിശാലമായ ബോംബെ തുറമുഖത്ത് 1935 ഓഗസ്റ്റ് 22 അടുത്തു. കപ്പലിൽ നിന്നും പുറത്തു വന്ന് ഈ ആദ്യ ദിവസം തന്നെ വരാനിരിക്കുന്ന വർഷത്തിൻ്റെ ഇടതടവില്ലാത്ത പ്രവർത്തനങ്ങളുടെ ഒരു ആദ്യാനുഭവമായിരുന്നു. പൂമാലകളുമായി ഞങ്ങളെ സ്വാഗതം ചെയ്യാൻ സ്നേഹിതർ തുറമുഖത്ത് ഒത്തുകൂടിയിരുന്നു. അധികം താമസിയാതെ താജ്മഹൽ ഹോട്ടലിലെ ഞങ്ങളുടെ മുറിയിൽ പത്രക്കാരുടെയും ഫോട്ടോഗ്രാഫർമാരുടെയും വിവിധ സംഘങ്ങളെ ഞങ്ങൾ സ്വീകരിച്ചു. ബോംബെ എനിക്ക് ഒരു പുതിയ നഗരമായിരുന്നു. പാശ്ചാത്യമായ പല പുതുമകളുള്ള അത് ഊർജ്ജസ്വലമായ ഒരു ആധുനിക നഗരമായി എനിക്ക് അനുഭവപ്പെട്ടു. വിശാലമായ തെരുവീഥികളുടെ വശങ്ങളിൽ തെങ്ങുകൾ നിരയായി നിന്നിരുന്നു. മനോജ്ഞമായ ഗവൺമെൻറ് മന്ദിരങ്ങൾ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പുരാതന ക്ഷേത്രങ്ങളോട് മത്സരിച്ചു. എങ്കിലും കാഴ്ചകൾ കാണാൻ തീരെ സമയമെടുത്തില്ല. എൻ്റെ ഗുരുദേവനെയും മറ്റു പ്രിയപ്പെട്ടവരെയും കാണാനുള്ള ആകാംക്ഷ കൊണ്ട് ഞാൻ അക്ഷമനായിരുന്നു. ഫോർഡ് കാർ ചരക്ക് കമ്പാർട്ട്മെൻറ്റിലാക്കിയിട്ട് ഞങ്ങൾ ട്രെയിനിൽ കൊൽക്കത്ത ലക്ഷ്യമാക്കി കിഴക്കോട്ട് കുതിച്ചു. ഹൗറ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഞങ്ങളെ സ്വീകരിക്കാൻ വലിയ ഒരു പുരുഷാരം കാത്തുനിന്നിരുന്നതിനാൽ അല്പസമയത്തേക്ക് ഞങ്ങൾക്ക് വണ്ടിയിൽ നിന്ന് നിലത്ത് കാൽക്കുത്താൻ കഴിഞ്ഞില്ല. കാസിം ബസാറിലെ യുവാവായ മഹാരാജാവും എൻ്റെ സഹോദരൻ വിഷ്ണുവും സ്വീകരണത്തിന് നേതൃത്വം നൽകി. ഞങ്ങൾക്ക് നൽകപ്പെട്ട സ്വാഗതത്തിൻ്റെ ഹൃദ്യതയും ഗാംഭീര്യവും ഞങ്ങൾ പ്രതീക്ഷിച്ചതിനും അപ്പുറമായിരുന്നു. വരിവരിയായി നീങ്ങിയ കാറുകളുടെയും മോട്ടോർ സൈക്കിളുകളുടെയും പിന്നാലെ മൃദംഗത്തിൻ്റെയും ശംഖുകളുടെയും ആഹ്ലാദകരമായ ശബ്ദങ്ങളുടെ മധ്യേ അടിതൊട്ട് മുടിവരെ പൂമാലകൾ അണിഞ്ഞ് മിസ് ബ്ലെച്ചും മിസ്റ്റർ റൈറ്റും ഞാനും എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് സാവധാനം കാറിൽ നീങ്ങി. എൻ്റെ വൃദ്ധനായ പിതാവ് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരാളെ എന്ന പോലെ എന്നെ ആശ്ലേഷിച്ചു. സന്തോഷത്താൽ മൂകരായി ഞങ്ങൾ പരസ്പരം ഏറെ നേരം നോക്കി നിന്നു. സഹോദരീ സഹോദരന്മാരും അമ്മാവന്മാരും അമ്മായിമാരും മച്ഛനന്മാരും ശിഷ്യന്മാരും വർഷങ്ങളായി എൻ്റെ സ്നേഹിതരായിരുന്നവരും എനിക്ക് ചുറ്റും കൂടി. ആ കൂട്ടത്തിൽ ഒരൊറ്റ കണ്ണുപോലും ഈറനണിയാതെയില്ലായിരുന്നു. ഇപ്പോൾ ഓർമ്മകളുടെ ശേഖരത്തിലേക്ക് കടന്നുപോയെങ്കിലും സ്നേഹപൂർണമായ ഈ പുനഃസമാഗമത്തിൻ്റെ രംഗം എൻ്റെ ഹൃദയത്തിൽ മറക്കാനാവാതെ മിഴിവുറ്റതായി നിലനിൽക്കുന്നു. ശ്രീ യുക്തേശ്വരനുമായുള്ള എൻ്റെ കൂടിക്കാഴ്ചയുടെ കാര്യമാണെങ്കിൽ അത് വിവരിക്കാൻ എൻ്റെ വാക്കുകൾക്ക് ശക്തിയില്ല. എൻ്റെ സെക്രട്ടറിയുടെ വിവരണം കൊണ്ട് തൃപ്തിപ്പെടാം. ഏറ്റവും വലിയ പ്രതീക്ഷകളോടെ ഇന്ന് ഞാൻ കൊൽക്കത്തയിൽ നിന്ന് ശ്രീരാമപുരത്തേക്ക് കാറോടിച്ച് യോഗാനന്ദ്ജിയെ കൊണ്ടുപോയി. മിസ്റ്റർ റൈറ്റ് അദ്ദേഹത്തിൻ്റെ യാത്രാ ഡയറിയിൽ രേഖപ്പെടുത്തി. ഞങ്ങൾ വിചിത്രവും ഭംഗിയുള്ളതുമായ കടകൾ. അവയിലൊന്ന് യോഗാനന്ദജി കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഭോജനശാലയായിരുന്നു. അത് കടന്ന് മുന്നോട്ടു പോയി ഒടുവിൽ വീതി കുറഞ്ഞ ഇരുവശവും മതിലുകളുള്ള ഒരു ഇടവഴിയിൽ പ്രവേശിച്ചു. പെട്ടെന്ന് ഇടത്തോട്ട് ഒരു തിരിവ്. അവിടെ ഞങ്ങളുടെ മുന്നിൽ ഗുരുനാഥൻ്റെ ഇഷ്ടികയിൽ കെട്ടിയ ലളിതമായ 2 നില ആശ്രമം കണ്ടു. അതിൻ്റെ ഗ്രില്ലിട്ട ബാൽക്കണി മേലെ നിലയിൽ വെളിയിലേക്ക് തള്ളി നിന്നിരുന്നു. പ്രശാന്തമായ ഏകാന്തതയായിരുന്നു എങ്ങും നിറഞ്ഞു നിന്ന അനുഭൂതി. ആശ്രമ മതിൽക്കെട്ടിനകത്തുള്ള മുറ്റത്തേക്ക് യോഗാനന്ദജിയുടെ പിന്നാലെ ഗൗരവം വിടാതെ എളിമയോടെ ഞാൻ നടന്നു. അതിവേഗം മിടിക്കുന്ന ഹൃദയങ്ങളോടെ ഞങ്ങൾ ഏതാനും പഴയ സിമന്റ് പടികൾ ചവിട്ടിക്കയറി. തീർച്ചയായും അസംഖ്യം സത്യാന്വേഷികൾ ഈ പടവുകൾ കടന്നുപോയിട്ടുണ്ട്. ഞങ്ങൾ നീട്ടിച്ചുവട് വയ്ക്കുന്നതിനൊപ്പം ഞങ്ങളുടെ മനസ്സിലെ പിരിമുറുക്കം കൂടുതൽ തീക്ഷണമായി കൊണ്ടിരുന്നു. ഞങ്ങളുടെ മുന്നിൽ ഏറ്റവും മേലെയുള്ള പടിയിൽ മഹാനായ ഗുരുദേവൻ സ്വാമി ശ്രീ യുക്തേശ്വരൻ ഒരു മഹർഷിയുടെ കുലീനമായ ഭാവഗംഭീര്യത്തോടെ ശാന്തനായി പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മഹനീയ സാന്നിധ്യത്തിൽ ഞാൻ അനുഗ്രഹീതനായി എന്ന് എനിക്ക് അനുഭവപ്പെട്ടു. യോഗാനന്ദജി ഗുരുനാഥനെ വീണ് നമസ്കരിച്ച് തൻ്റെ ആത്മാവിൻ്റെ കൃതജ്ഞതയും അഭിവാദനങ്ങളും അർപ്പിച്ചപ്പോൾ എൻ്റെ ആകാംക്ഷാനിർഭരമായ കണ്ണുകൾ കണ്ണീർ കൊണ്ട് മൂടി. വിനയാന്വിതനായി അദ്ദേഹം ഗുരുദേവൻ്റെ പാദങ്ങൾ തൊട്ട് തൻ്റെ ശിരസിൽ വെച്ചു. എന്നിട്ട് എഴുന്നേറ്റു. ശ്രീ യുക്തേശ്വർജി,
അദ്ദേഹത്തെ മാറോട് ഇരുവശത്തും ചേർത്ത് ആലിംഗനം ചെയ്തു. തുടക്കത്തിൽ വാക്കുകളൊന്നും തന്നെ കൈമാറിയില്ല. പക്ഷേ തീവ്രമായ അനുഭൂതി ആത്മാവിൻ്റെ മൂകമായ ശൈലിയിൽ ആവിഷ്കരിക്കപ്പെട്ടു. പുനഃസമാഗമത്തിൻ്റെ ഊഷ്മളതയിൽ അവരുടെ കണ്ണുകൾ എങ്ങനെ തിളങ്ങി! പ്രശാന്തമായ ആ മുഖത്ത് സ്നിഗ്ധമായ ഒരു തരളത അലമാലകൾ ഉയർത്തി. പൊടുന്നനെ മേഘങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് സൂര്യദേവൻ ഒരു പ്രകാശധോരണി ആ രംഗത്തിനേകി. പരമഗുരുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് ഞാൻ എനിക്ക് ബഹിർസ്ഫുരിപ്പിക്കാനാവാത്ത എൻ്റെ സ്നേഹവും നന്ദിയും അദ്ദേഹത്തിന് സമർപ്പിച്ചു. കാലത്താലും സേവനത്താലും തഴമ്പിച്ച ആ പാദങ്ങളിൽ തൊട്ട് ഞാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശസ്സുകൾ നേടി. എന്നിട്ട് ഞാൻ എഴുന്നേറ്റു. ആത്മാവലോകനത്താൽ അഗാധവും സന്തോഷത്താൽ ദീപ്തവുമായ മനോഹരമായ അദ്ദേഹത്തിൻ്റെ നയനങ്ങളിലേക്ക് ഞാൻ ഉറ്റുനോക്കി. തെരുവിൽ നിന്ന് ആദ്യം കണ്ട ബാൽക്കണിയിലേക്ക് ഒരു വശം മുഴുവൻ തുറന്നിരുന്ന ഇരിപ്പുമുറിയിൽ ഞങ്ങൾ പ്രവേശിച്ചു. പഴക്കം ചെന്ന ഒരു ദിവാനിൽ ചാരി ഗുരുദേവൻ സിമന്റ് തറയിൽ വിരിച്ച ഒരു മെത്തയിൽ ഇരുന്നു. യോഗാനന്ദജിയും ഞാനും ഗുരുവിൻ്റെ കാൽക്കൽ ഇരിപ്പ് സുഖമാക്കാൻ ഓറഞ്ച് നിറമുള്ള തലയിണകളിൽ ചാരി പുൽപ്പായിൽ ഇരുന്നു. രണ്ട് സ്വാമിമാരുടെയും ബംഗാളിയിലുള്ള സംഭാഷണത്തിൻ്റെ സാരം മനസ്സിലാക്കാൻ വിഫലമായി ഞാൻ നന്നേ ശ്രമിച്ചു. കാരണം അവർ രണ്ടുപേരും കൂടുമ്പോൾ ഇംഗ്ലീഷ് തികച്ചും അപ്രസക്തമാണെന്നത് ഞാൻ മനസ്സിലാക്കി. എങ്കിലും സ്വാമിജി മഹാരാജ് എന്ന് മറ്റുള്ളവർ വിളിക്കുന്ന മഹാഗുരുവിന് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. പലപ്പോഴും അദ്ദേഹം സംസാരിക്കാറുമുണ്ട്. ഹൃദയം കുളിർപ്പിക്കുന്ന പുഞ്ചിരിയിലും തിളങ്ങുന്ന കണ്ണുകളിലും കൂടി ആ മഹാത്മാവിൻ്റെ ദിവ്യത്വം ഞാൻ നിഷ്പ്രയാസം ദർശിച്ചു. ഫലിത രൂപമോ ഗൗരവമോ ആയ സംഭാഷണങ്ങളിൽ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിലെ നിസ്സന്ദേഹതയുടെ ഉറപ്പാണ്. ഈശ്വരനെ താൻ അറിയുന്നതിനാൽ തൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് ശരിയായ ബോധമുള്ള ഒരു പ്രാജ്ഞൻ്റെ ലക്ഷണം. ഗുരുനാഥൻ്റെ മഹത്തായ വിജ്ഞാനം, ശക്തമായ ലക്ഷ്യബോധം, നിശ്ചയദാർഢ്യം എന്നിവ എല്ലാ വിധത്തിലും വ്യക്തമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേഷം ലളിതമായിരുന്നു. ഒരിക്കൽ മാത്രം കാവിയിൽ മുക്കിയ സാധാരണ ധോത്തിയും കുപ്പായവും ഇപ്പോൾ മങ്ങി ഒരു ഓറഞ്ച് നിറത്തിലായിരിക്കുന്നു. ഓരോ സന്ദർഭത്തിലും ആദരവോടെ അദ്ദേഹത്തെ പഠിക്കാൻ കഴിഞ്ഞപ്പോൾ ഒരു കായിക താരത്തിൻ്റേതുപോലെ നല്ല അംഗസൗഷ്ഠവമുള്ള ഒരു ശരീരമായിരുന്നു അദ്ദേഹത്തിൻ്റേതെന്ന് ഞാൻ മനസ്സിലാക്കി. സന്യാസത്തിൻ്റെ യാതനകളും ത്യാഗങ്ങളും അത് കരുത്തുറ്റതാക്കി. അദ്ദേഹത്തിൻ്റെ നിൽപ്പും നടപ്പും രാജോചിതമായിരുന്നു. കുലീനമായ നടത്തയോടെ നീണ്ടു നിവർന്ന് അദ്ദേഹം നീങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ ചിരി ആഹ്ലാദം നിറഞ്ഞതും കേളീവിലോലവുമായിരുന്നു. തൻ്റെ വക്ഷസ്സിൻ്റെ ആഴങ്ങളിൽ നിന്നും ഉദ്ഗമിക്കുന്ന ആ ചിരി അദ്ദേഹത്തിൻ്റെ ശരീരമാസകലം കുലുക്കുകയും ത്രസിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഗാംഭീര്യം തുളുമ്പുന്ന മുഖം, ദൈവീകമായ ഒരു ശക്തിവിശേഷത്തിൻ്റെ അനുഭവം ശ്രേഷ്ഠമായ രീതിയിൽ പകരുന്നു. നടുക്കുവെച്ച് പകുത്ത തലമുടി, നെറ്റിയോടടുത്ത് വെളുത്തതും മറ്റിടങ്ങളിൽ വെള്ള ചേർന്ന സ്വർണ്ണ നിറവും വെള്ളി ചേർന്ന കറുപ്പും ഇടകലർന്നതാണ്. തോളുവരെ നീണ്ട ചുരുളുകളായി അവ എത്തി നിൽക്കുന്നു. താടിയും മീശയും കുറവായിരുന്നു, അഥവാ അവിടെ മാത്രമായിരുന്നു. എങ്കിലും അവ അദ്ദേഹത്തിൻ്റെ മുഖലക്ഷണത്തെ പ്രൗഢമാക്കി. സ്വർഗത്തെ തേടുന്നുവോ എന്ന് തോന്നിപ്പിക്കും വിധം അദ്ദേഹത്തിൻ്റെ നെറ്റി ശരിക്കും ചെരിഞ്ഞിറങ്ങിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ശക്തമായ കറുത്ത കണ്ണുകൾക്ക് സ്വർഗീയമായ ഒരു നീലവലയം പരിവേഷം ചാർത്തുന്നു. അദ്ദേഹത്തിൻ്റെ മൂക്ക് വലുതും അനാകർഷകവുമാണ്. ഒരു കുട്ടിയെപ്പോലെ തൻ്റെ കൈവിരലുകൾ കൊണ്ട് മൂക്ക് ഞൊടിക്കുകയും തിരുപ്പുകയും ചെയ്ത് അലസവേളകളിൽ അദ്ദേഹം രസിക്കുമായിരുന്നു. വിശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ വായ് കാർക്കശ്യത്തിൻ്റെ രൂപം പൂണ്ടിരുന്നുവെങ്കിലും ആർദ്രതയുടെ സൂക്ഷ്മസ്പർശം അവിടെയും പ്രകാശിച്ചിരുന്നു. ഒരൽപ്പം ഇടിഞ്ഞു പൊളിഞ്ഞ ഈ മുറി അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥൻ്റെ ഭൗതിക സുഖത്തോടുള്ള വിരക്തിയെ സൂചിപ്പിക്കുന്നുവെന്ന് അവിടെ കണ്ണോടിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി. ആ നീണ്ട മുറിയുടെ കാലപ്പഴക്കത്തിൻ്റെ കറ വീണ വെള്ളച്ചുമരിൽ നിറം മങ്ങിയ നീലക്കുമ്മായക്കെട്ട് ഇടയ്ക്കിടെ കാണാം. മുറിയുടെ ഒരറ്റത്ത് ലാഹിരി മഹാശയൻ്റെ ആ ഒരേയൊരു അപൂർവ ചിത്രം ഭക്തിപൂർവ്വം മാല ചാർത്തി തൂക്കിയിരിക്കുന്നു. ബോസ്റ്റണിൽ മതസമ്മേളനത്തിന്
ആദ്യമെത്തിയ അവസരത്തിൽ മറ്റു പ്രതിനിധികളോടൊപ്പം യോഗാനന്ദജി നിൽക്കുന്ന ഒരു പഴയ ചിത്രവും അവിടെയുണ്ട്. പുതുമയുടെയും പഴമയുടെയും കൗതുകകരമായ ഒരു ഒത്തുചേരൽ ഞാൻ ശ്രദ്ധിച്ചു. ഒരു വലിയ സ്ഫടിക ശരറാന്തൽ ദീർഘകാലം ഉപയോഗിക്കാതെ കിടന്ന് ചിലന്തി വല പിടിച്ചിരിക്കുന്നു. ചുവരിലാകട്ടെ വർണ്ണപ്പകിട്ടാർന്ന ഏറ്റവും പുതിയ കലണ്ടറും. മുറിയിൽ ശാന്തിയുടെയും സന്തുഷ്ടിയുടെയും പരിമളം ഉതിരുന്നു. ബാൽക്കണിക്കപ്പുറം തെങ്ങുകൾ ആശ്രമത്തിന് നിശബ്ദ സംരക്ഷണം നൽകി തലയുയർത്തി നിൽക്കുന്നു. ഗുരുനാഥൻ ഒന്ന് കൈകൊട്ടുകയേ വേണ്ടു. ഉടനടി ഏതെങ്കിലും ഒരു കൊച്ചു ശിഷ്യൻ എത്തുന്നു. കറുത്ത തലമുടി, തോളിൽ വീണുകിടക്കുന്ന കറുത്ത തിളങ്ങുന്ന കണ്ണുകളും സ്വർഗീയമായ പുഞ്ചിരിയുമുള്ള പ്രഫുല്ലൻ എന്ന മെലിഞ്ഞ പയ്യനാണ് അവരിൽ ഒരാൾ. പുഞ്ചിരിയിൽ അവൻ്റെ മേൽചുണ്ടുകളുടെ അഗ്രങ്ങൾ ഉയരുമ്പോൾ അവൻ്റെ കണ്ണുകൾ തിളങ്ങുന്നു, സന്ധ്യാസമയത്ത് കാണപ്പെടുന്ന ചന്ദ്രക്കലയും നക്ഷത്രങ്ങളും പോലെ. തൻ്റെ ആത്മീയ സന്താനത്തിൻ്റെ പുരോഗമനത്തിൽ സ്വാമി യുക്തേശ്വരൻ്റെ സന്തുഷ്ടി സ്പഷ്ടമായും ഉത്കടമാണ്. ആ സന്താനത്തിൻ്റെ സന്താനമായ എന്നെപ്പറ്റിയും അറിയാൻ അദ്ദേഹത്തിന് ഏറെ താല്പര്യമുള്ളതായി തോന്നുന്നു. എന്നിരുന്നാലും ആ മഹാത്മാവിൻ്റെ സ്വഭാവത്തിലെ ജ്ഞാനഭാവത്തിൻ്റെ മുൻതൂക്കം വികാരത്തിൻ്റെ ബാഹ്യപ്രകടനത്തെ തടയുന്നു. ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിൻ്റെ അടുത്ത് മടങ്ങിയെത്തുമ്പോൾ ആചാരമനുസരിച്ച് ചെയ്യേണ്ട രീതിയിൽ യോഗാനന്ദജി അദ്ദേഹത്തിന് ഏതാനും സമ്മാനങ്ങൾ കാഴ്ചവെച്ചു. പിന്നീട് ലളിതമെങ്കിലും പച്ചക്കറികളും അരിയും നന്നായി പാകം ചെയ്ത ഭക്ഷണം കഴിക്കാൻ ഞങ്ങളിരുന്നു. പല ഭാരതീയ രീതികളും ഞാൻ ആചരിക്കുന്നതിൽ ശ്രീ യുക്തേശ്വരൻ സന്തോഷിച്ചു. ഉദാഹരണത്തിന് കൈകൊണ്ട് ആഹാരം കഴിക്കുക. അനേകം മണിക്കൂറുകൾ നീണ്ട ബംഗാളി സംഭാഷണത്തിനും ഊഷ്മളമായ മന്ദഹാസങ്ങൾക്കും സന്തുഷ്ടമായ പരസ്പരാവലോകനങ്ങൾക്കും ശേഷം അദ്ദേഹത്തിൻ്റെ പാദത്തിൽ പ്രണാമങ്ങൾ അർപ്പിച്ചിട്ട് വിശുദ്ധമായ ഒരു കൂടിക്കാഴ്ചയുടെ സുചിരസ്മരണകളോടെ ഞങ്ങൾ കൊൽക്കത്തയ്ക്ക് തിരിച്ചു. പരമഗുരുവിനെ പറ്റിയുള്ള ബാഹ്യമായ ധാരണകളാണ് ഞാൻ ഇവിടെ കുറിച്ചിരിക്കുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മീയ മഹത്വത്തെപ്പറ്റി എനിക്ക് എപ്പോഴും നല്ല ബോധ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാവാതിരേകം എനിക്ക് അനുഭവപ്പെട്ടു. ആ അനുഭൂതി എൻ്റെ ദൈവികാനുഗ്രഹമായി ഞാൻ എന്നെന്നും വെച്ചു പുലർത്തും. അമേരിക്ക, യൂറോപ്പ്, പാലസ്തീൻ എന്നിവിടങ്ങളിൽ നിന്ന് ശ്രീ യുക്തേശ്വരന് ഞാൻ അനേകം സമ്മാനങ്ങൾ കൊണ്ടുവന്നിരുന്നു. പുഞ്ചിരിയോടെ അവ അദ്ദേഹം സ്വീകരിച്ചുവെങ്കിലും അഭിപ്രായമൊന്നും പറഞ്ഞില്ല. വടിയായും ഉപയോഗിക്കാവുന്ന ഒരു കുട എൻ്റെ സ്വന്തം ഉപയോഗത്തിനായി ഞാൻ ജർമ്മനിയിൽ നിന്ന് വാങ്ങിയിരുന്നു. അത് ഗുരുദേവനെ കൊടുക്കാൻ ഭാരതത്തിൽ വെച്ച് ഞാൻ തീരുമാനിച്ചു. ഈ സമ്മാനം ഞാൻ യഥാർത്ഥത്തിൽ വിലമതിക്കുന്നു. പതിവില്ലാത്ത ഈ അഭിപ്രായം പ്രകടിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വാത്സല്യാർദ്രമായ ധാരണയോടെ എൻ്റെ നേർക്ക് തിരിഞ്ഞു. എല്ലാ സമ്മാനങ്ങളിലും വെച്ച് ഈ വടിക്കുടയാണ് സന്ദർശകരെ കാട്ടാൻ അദ്ദേഹം തിരഞ്ഞെടുത്തത്. ഗുരുദേവ, ഈ ഇരിപ്പുമുറിക്ക് ഒരു പുതിയ പരവതാനി വാങ്ങിയിടാൻ എന്നെ ദയവായി അനുവദിക്കൂ. ശ്രീ യുക്തേശ്വരൻ്റെ കടുവാത്തോൽ ഒരു കീറിയ കമ്പളത്തിൻ്റെ മേലാണ് വിരിച്ചിരുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചു. നിനക്ക് അതാണ് സന്തോഷമെങ്കിൽ അങ്ങനെ ചെയ്യൂ. എൻ്റെ ഗുരുവിൻ്റെ സ്വരം ഉത്സാഹഭരിതമായിരുന്നില്ല. നോക്കൂ, എൻ്റെ കടുവാത്തോൽ സുഖകരവും വെടുപ്പുള്ളതുമാണ്. എൻ്റെ ചെറിയ സാമ്രാജ്യത്തിൽ ഞാൻ സാമ്രാട്ടാണ്. അതിനപ്പുറത്താണ് പുറമോടിയിൽ മാത്രം താല്പര്യമുള്ള വിശാല ലോകം. അദ്ദേഹം ഈ വാക്കുകൾ പറഞ്ഞപ്പോൾ വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോകുന്നതായി എനിക്ക് തോന്നി. ഗുണദോഷിക്കലിൻ്റെ അഗ്നിയിൽ നിത്യേന ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു യുവശിഷ്യനാകുകയാണ് ഒരിക്കൽ കൂടി ഞാൻ. ശ്രീരാമപുരത്ത് നിന്നും കൊൽക്കത്തയിൽ നിന്നും ഒരു വേർപാട് ഒരുവിധം താങ്ങാൻ കഴിഞ്ഞപ്പോൾ ഞാൻ മിസ്റ്റർ റൈറ്റും ഒന്നിച്ച് റാഞ്ചിയിലേക്ക് പുറപ്പെട്ടു. എന്തൊരു സ്വീകരണമായിരുന്നു അവിടെ! ഹൃദയസ്പൃക്കായ അഭിവന്ദനം. 15 കൊല്ലത്തെ എൻ്റെ അഭാവത്തിൽ വിദ്യാലയത്തിൻ്റെ കൊടിക്കൂറ പറത്തിയ നിസ്വാർത്ഥരായ അധ്യാപകരെ ആശ്ലേഷിച്ചപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവിടെ തന്നെ താമസിച്ച് പഠിക്കുന്നവരും ദിവസവും വന്നു പോകുന്നവരുമായ വിദ്യാർത്ഥികളുടെ തെളിഞ്ഞ മുഖങ്ങളും സന്തുഷ്ടമായ പുഞ്ചിരിയും അവരുടെ ശ്രദ്ധാപൂർവമായ പഠിത്തത്തിലും യോഗ പരിശീലനത്തിലുമുള്ള മേന്മയ്ക്ക് മതിയായ തെളിവായിരുന്നു. എങ്കിലും കഷ്ടം, റാഞ്ചി സ്ഥാപനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. തൻ്റെ കാസിം ബസാർ കൊട്ടാരം ഈ വിദ്യാലയത്തിൻ്റെ പ്രധാന കെട്ടിടമായി മാറ്റാൻ നൽകുകയും പിന്നീട് പലപ്പോഴും കയ്യയച്ച സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുള്ള മുൻ മഹാരാജ സർ മണീന്ദ്രചന്ദ്ര നന്ദി ഇന്ന് ജീവിച്ചിരിപ്പില്ല.
പൊതുജന പിന്തുണയുടെ കുറവുകൊണ്ട് വിദ്യാലയത്തിലെ അനേക സൗജന്യ പൊതുസേവന പ്രവർത്തനങ്ങൾ തകരാറിലായി. അമേരിക്കയുടെ പ്രായോഗിക ബുദ്ധിയും തടസ്സങ്ങൾക്ക് നേരെ കുലുക്കമില്ലാത്ത മനോഭാവവും ഒരൽപ്പം പഠിക്കാതെയായിരുന്നില്ല ഞാൻ അവിടെ വർഷങ്ങൾ ചെലവിട്ടത്. ഗൗരവമായ പ്രശ്നങ്ങളുമായി മല്ലിട്ടുകൊണ്ട് ഒരാഴ്ച ഞാൻ റാഞ്ചിയിൽ തങ്ങി. പിന്നീട് പ്രമുഖ നേതാക്കന്മാരും വിദ്യാഭ്യാസ വിചക്ഷണരുമായി കൊൽക്കത്തയിൽ വെച്ചുള്ള കൂടിക്കാഴ്ചകൾ. കാസിം ബസാറിലെ യുവാവായ മഹാരാജാവുമായി സുദീർഘമായൊരു സംഭാഷണം. എൻ്റെ അച്ഛനോട് ഒരു സാമ്പത്തിക സഹായ അഭ്യർത്ഥന. ഇത്രയുമായപ്പോൾ റാഞ്ചി വിദ്യാലയത്തിൻ്റെ ഇളകിയ അടിത്തറകൾ ഉറയ്ക്കാൻ തുടങ്ങി. എൻ്റെ അമേരിക്കൻ വിദ്യാർത്ഥികളിൽ നിന്നും ധാരാളം സംഭാവനകൾ തക്ക സമയത്ത് ലഭിച്ചു. ഭാരതത്തിലെത്തി ഏതാനും മാസങ്ങൾക്കകം റാഞ്ചി വിദ്യാലയം നിയമാനുസൃതം രജിസ്റ്റർ ചെയ്യപ്പെട്ടു കണ്ടതിൽ ഞാൻ സന്തോഷിച്ചു. സ്ഥിരമായ പ്രവർത്തനത്തിന് നിധി ഏർപ്പെടുത്തി ഒരു യോഗവിദ്യാ കേന്ദ്രം സ്ഥാപിക്കുകയെന്ന് എൻ്റെ ഒരു ജീവിതകാലത്തെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു. ആ അഭിലാഷമാണ് 7 കുട്ടികളുടെ ഒരു ചെറു സംഘത്തോടു കൂടിയ എളിയ തുടക്കത്തിന് 1917 എനിക്ക് മാർഗദർശകമായത്. യോഗദാ സത്സംഗ ബ്രഹ്മചര്യ വിദ്യാലയം എന്ന ഈ പാഠശാല പ്രാഥമിക ഹൈസ്കൂൾ തല വിഷയങ്ങളിൽ വാതിൽപ്പുറ ക്ലാസുകൾ നടത്തുന്നു. അവിടെ തന്നെ താമസിച്ച് പഠിക്കുന്നവർക്കും വന്നു പോകുന്ന കുട്ടികൾക്കും ഏതെങ്കിലും തൊഴിലധിഷ്ഠിത പരിശീലനവും ലഭിക്കുന്നുണ്ട്. സ്വയം ഭരണാധികാരമുള്ള കമ്മിറ്റികൾ മുഖേന കുട്ടികൾ തന്നെ അവരുടെ പല പ്രവർത്തനങ്ങളും ചിട്ടപ്പെടുത്തുന്നു. അധ്യാപകരെ തോൽപ്പിക്കുന്ന തരം കുസൃതി കാട്ടി വികൃതിയായി രസിക്കുന്ന കുട്ടികൾ തങ്ങളുടെ സഹപാഠികൾ ഏർപ്പെടുത്തുന്ന അച്ചടക്ക നിയമങ്ങൾ സസന്തോഷം അനുസരിക്കുന്നതായി ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലയിൽ തുടക്കത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കി. ഒരിക്കലും ഒരു മാതൃകാ വിദ്യാർത്ഥിയല്ലായിരുന്ന എനിക്ക് കുട്ടികളുടെ കുസൃതികളോടും പ്രശ്നങ്ങളോടും കലവറയില്ലാത്ത സഹാനുഭൂതി ഉണ്ടായിരുന്നു. കായിക വിനോദങ്ങളും കളികളും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. ചുറ്റുപാടുമുള്ള വെളിസ്ഥലങ്ങൾ ഹോക്കിയുടെയും ഫുട്ബോൾ കളിയുടെയും ബഹളം കൊണ്ട് മാറ്റൊലികൊള്ളുന്നു. മത്സരങ്ങളിൽ റാഞ്ചി കുട്ടികൾ പലപ്പോഴും കപ്പുകൾ നേടുന്നു. ഇച്ഛാശക്തിയാൽ പേശികൾ ഊർജം കൊണ്ട് പുനർപൂരണം ചെയ്യുന്ന യോഗദാ രീതി അവരെ പഠിപ്പിക്കുന്നു. പ്രാണനെ ശരീരത്തിൻ്റെ ഏതു ഭാഗത്തേക്കും മാനസികമായി നിയോഗിക്കുകയാണ് ഈ മാർഗം. അവർ യോഗാസനങ്ങളും വാൾപ്പയറ്റും കോൽപ്പയറ്റും പഠിക്കുന്നു. പ്രഥമ ശുശ്രൂഷയിൽ പരിശീലനം സിദ്ധിച്ചിട്ടുള്ള റാഞ്ചി കുട്ടികൾ വെള്ളപ്പൊക്കത്തിൻ്റെയോ ക്ഷാമത്തിൻ്റെയോ കഷ്ടകാലങ്ങളിൽ തങ്ങളുടെ പ്രദേശങ്ങളിൽ ശ്ലാഘനീയമായ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അവർ തോട്ടങ്ങളിൽ ജോലി ചെയ്യുകയും അവർക്കാവശ്യമുള്ള പച്ചക്കറികൾ വിളയിക്കുകയും ചെയ്യുന്നു. ഈ പ്രദേശത്തെ കോൾ, സാന്താൾ, മുണ്ട എന്നീ ആദിവാസി വർഗങ്ങൾക്ക് ഹിന്ദിയിൽ പ്രൈമറി സ്കൂൾ വിഷയങ്ങളിൽ അധ്യയനം നൽകുന്നുണ്ട്. പെൺകുട്ടികൾക്ക് മാത്രമായ ക്ലാസുകൾ അടുത്തുള്ള ഗ്രാമങ്ങളിൽ വെച്ച് നടത്തുന്നു. റാഞ്ചി വിദ്യാലയത്തിൻ്റെ അനാദൃശ്യമായ പ്രത്യേകത ഇവിടെ ക്രിയായോഗ ദീക്ഷ നൽകുന്നുവെന്നതാണ്. കുട്ടികൾ നിത്യവും തങ്ങളുടെ ആധ്യാത്മിക സാധന ശീലിക്കുകയും ഗീതാപാരായണത്തിൽ വ്യാപൃതരാവുകയും ചെയ്യുന്നു. സരളത, ആത്മപരിത്യാഗം, സ്വാഭിമാനം, സത്യം എന്നീ സദ്ഗുണങ്ങളുടെ മഹത്വം സാരോപദേശങ്ങളും മാതൃകകളും കൊണ്ട് അവരെ പഠിപ്പിക്കുന്നു. യാതൊന്നാണോ സന്താപം ജനിപ്പിക്കുന്നത് അതാണ് തിന്മയെന്ന് അവർക്ക് ചൂണ്ടിക്കാട്ടി കൊടുക്കുന്നു. യഥാർത്ഥ സന്തോഷമായി പരിണമിക്കുന്ന പ്രവൃത്തികളാണ് നന്മ. തിന്മയെ വിഷമയമായ തേനിനോട് ഉപമിക്കാം. അത് പ്രലോഭിപ്പിക്കുന്നു, പക്ഷേ മാരകമാണ് താനും. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അസ്വസ്ഥതയെ അതിജീവിക്കാനുള്ള ഏകാഗ്രതാ പരിശീലന മാർഗങ്ങൾ അത്ഭുതകരമായ ഫലങ്ങൾ ഉളവാക്കിയിട്ടുണ്ട്. 9-10 വയസ്സ് പ്രായമുള്ള ബാലൻ്റെ ആകർഷകമായ രൂപം ഇമവെട്ടാതെ ദൃഷ്ടി ആത്മീയ നേത്രത്തിൽ കേന്ദ്രീകരിച്ച് 1 അതിലധികമോ മണിക്കൂർ നേരം സമതുലിതമാക്കിയ ശരീരത്തോടെ തുടർച്ചയായി ഇരിക്കുന്ന കാഴ്ച റാഞ്ചിയിൽ പുതുമയല്ല. ഫലവൃക്ഷത്തോട്ടത്തിൽ ധന്യനായ ഗുരുദേവൻ ലാഹിരി മഹാശയൻ്റെ പ്രതിമയുള്ള ഒരു ശിവക്ഷേത്രമുണ്ട്. നിത്യേനയുള്ള പ്രാർത്ഥനകളും വേദാധ്യായനവും മാവിൻ തണലിൽ നടത്തുന്നു. റാഞ്ചി എസ്റ്റേറ്റിലെ യോഗദാ സത്സംഗ സേവാശ്രമം ഭാരതത്തിലെ ആയിരക്കണക്കിന് പാവങ്ങൾക്ക് സൗജന്യമായി ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുകയും ഔഷധങ്ങൾ നൽകുകയും ചെയ്യുന്നു. റാഞ്ചി സമുദ്രനിരപ്പിൽ നിന്ന് 2000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു.
കാലാവസ്ഥ സൗമ്യവും സമശീതോഷ്ണവുമാണ്. ഒരു വലിയ കുളത്തിൻ്റെ അരികിലായി സ്ഥിതി ചെയ്യുന്ന 20 ഏക്കർ വിസ്തീർണമുള്ള ഈ വളപ്പിൽ ഭാരതത്തിലെ ഏറ്റവും നല്ല സ്വകാര്യ ഫലവൃക്ഷത്തോട്ടങ്ങളിൽ ഒന്നാണുള്ളത്. മാവ്, ഈന്തപ്പന, പേര, ലിച്ചി, പ്ലാവ് മുതലായ 500 ഫലവൃക്ഷങ്ങൾ ഇവിടെയുണ്ട്. റാഞ്ചിയിലെ ഗ്രന്ഥാലയത്തിൽ ഇംഗ്ലീഷ്, ബംഗാളി ഭാഷകളിൽ പാശ്ചാത്യ പൗരസ്ത്യ ദേശങ്ങളിൽ നിന്ന് സംഭാവനയായി ലഭിച്ച അസംഖ്യം മാസികകളും 1000 ഗ്രന്ഥങ്ങളുമുണ്ട്. ലോകമത ഗ്രന്ഥങ്ങളുടെ ഒരു ശേഖരവും ഇവിടെ കാണാം. ഭംഗിയായി ഇനം തിരിച്ച് സജ്ജീകരിച്ചിട്ടുള്ള ഒരു കാഴ്ച ബംഗ്ലാവ് അമൂല്യ രത്നങ്ങളും പുരാവസ്തു സംബന്ധവും ഭൂതത്വ നരവംശാസ്ത്രപരങ്ങളുമായ കൗതുക വസ്തുക്കളും പ്രദർശിപ്പിക്കുന്നു. ഇവയിൽ അധികവും ജഗദീശ്വരൻ്റെ വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളിലൂടെ എൻ്റെ സഞ്ചാരത്തിൻ്റെ സ്മരണികകളാണ്. റാഞ്ചിയുടെ ഗുരുകുല സമ്പ്രദായം, യോഗാഭ്യാസത്തിൻ്റെ പ്രത്യേകതകളുള്ള ശാഖാവിദ്യാലയങ്ങൾ തുറന്നു കഴിഞ്ഞിരിക്കുന്നു. അവ ഇപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. പശ്ചിമ ബംഗാളിലെ പുരുലിയ ജില്ലയിലെ ലക്ഷ്മണപുരത്ത് ആൺകുട്ടികൾക്കായുള്ള യോഗത സത്സംഗ വിദ്യാപീഠവും മിഡ്നാപുരം ജില്ലയിൽ ഇസ്മാലി ചൗക്കിലെ യോഗത ഹൈസ്കൂളും ആശ്രമവുമാണ് ഇവ. ദക്ഷിണേശ്വരത്ത് ഗംഗാനദിക്ക് അഭിമുഖമായി തല ഉയർത്തപ്പെട്ട് നിൽക്കുന്ന യോഗതാ മഠം 1939 സമർപ്പണം ചെയ്യപ്പെട്ടു. കൊൽക്കത്തയ്ക്ക് ഏതാനും മൈൽ മാത്രം വടക്കുള്ള ഈ ആശ്രമം നഗരവാസികൾക്ക് ഒരു പ്രശാന്തി നിലയമാണ്. യോഗത സത്സംഗ സൊസൈറ്റിയുടെയും അതിന് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിദ്യാലയങ്ങളുടെയും കേന്ദ്രങ്ങളുടെയും ആശ്രമങ്ങളുടെയും തലസ്ഥാനം ദക്ഷിണേശ്വരം മഠമാണ്. യോഗത സത്സംഗ സൊസൈറ്റി ഓഫ് ഇന്ത്യയെ അന്താരാഷ്ട്ര തലസ്ഥാനമായ അമേരിക്കയിൽ കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസിലുള്ള സെൽഫ് റിയലൈസേഷൻ ഫെലോഷിപ്പുമായി നിയമാനുസൃതമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. യോഗത സത്സംഗ പ്രവർത്തനങ്ങളിൽ ഭാരതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾക്ക് മാസം തോറും പാഠങ്ങൾ അയച്ചു കൊടുക്കുന്നതും ഉൾപ്പെടുന്നു. യോഗത സത്സംഗ സൊസൈറ്റിയുടെ ഊർജ്ജവൽക്കരണം, ഏകാഗ്രത പരിശീലനം, ധ്യാനം എന്നിവയിൽ വിശദമായ നിർദ്ദേശങ്ങൾ ഈ പാഠങ്ങൾ നൽകുന്നു. യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് പിന്നീടുള്ള പാഠങ്ങളിൽ കൊടുത്തിട്ടുള്ള ഉയർന്ന ക്രിയായോഗ സാധനയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത അടിസ്ഥാനമാണ് ഇവയുടെ കൃത്യമായ പരിശീലനം. യോഗതായുടെ വിദ്യാഭ്യാസ മത ആതുര സേവനപരമായ പ്രവർത്തനങ്ങൾക്ക് ധാരാളം അധ്യാപകരുടെയും പ്രവർത്തകരുടെയും ആത്മാർത്ഥമായ അർപ്പണ മനോഭാവത്തോടു കൂടിയ സേവനം കൂടിയേ തീരൂ. അവരുടെ പേരിൻ്റെ ഒരു പട്ടിക ഞാൻ ഇവിടെ നിരത്തുന്നില്ല, കാരണം അവർ അസംഖ്യമാണ്. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ അവർ ഓരോരുത്തർക്കും ഉജ്ജ്വലമായ ഓരോ സ്ഥാനമുണ്ട്. മിസ്റ്റർ റൈറ്റ് റാഞ്ചിയിലെ അനേകം കുട്ടികളുമായി സൗഹൃദം സ്ഥാപിച്ചു. ലളിതമായ ഒരു ധോത്തി ധരിച്ച് അദ്ദേഹം അല്പകാലം അവരുടെ കൂടെ താമസിച്ചു. ബോംബെ, റാഞ്ചി, കൊൽക്കത്ത, ശ്രീരാമപുരം എന്നുവേണ്ട എവിടെയൊക്കെ പോയോ അവിടെയെല്ലാം വെച്ച് മിഴിവുറ്റ വർണ്ണനാ പാടവത്തിൻ്റെ സിദ്ധിയുള്ള എൻ്റെ സെക്രട്ടറി യാത്രാക്കുറിപ്പിൽ തൻ്റെ സാഹസിക അനുഭവങ്ങളെക്കുറിച്ച് എഴുതുമായിരുന്നു. ഒരു സായാഹ്നത്തിൽ ഞാൻ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു. ഡിക്ക്, ഭാരതത്തെപ്പറ്റി എന്താണ് നിന്റെ പൊതുവെയുള്ള ധാരണ? ശാന്തി, അദ്ദേഹം ചിന്തിച്ചിട്ട് പറഞ്ഞു. ഈ നാടിൻ്റെ ഗോത്രപരിവേഷം ശാന്തിയാണ്. നന്ദി, സ്നേഹം.